ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. നമുക്ക് ജൂറിയെ പരിചയപ്പെടാം. RVG മേനോൻ സർ, ഡോക്ടർ വിനീത മാം, ഡോക്ടർ ജോർജ് ചാക്കുച്ചേരി, ജലവിഭവ വിദഗ്ധൻ പ്രസാദ് സർ, നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ സുഗതകുമാരി ടീച്ചർ. ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്തിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് നമ്മളോടൊപ്പം വേദിയിൽ പ്രസിഡന്റ് ശ്രീ സതീഷ് ചന്ദ്രൻ, ശ്രീ മുരളീധരൻ, ശ്രീ ശങ്കരൻ, ശ്രീമതി സതി കിഴക്കയിൽ, ശ്രീമതി വത്സല. എന്താണെങ്കിലും ഈ ഗ്രാമത്തിനെ കുറിച്ച് പറയാൻ ഈ പ്രസിഡന്റിന് ഒരുപാടുണ്ടാവും. നമുക്ക് ഗ്രാമത്തെക്കുറിച്ച് അറിയാം. ഇന്ത്യയിലെ കൊളോണിയൽ ആധിപത്യത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നാവികനായ വാസ്കോ ഡി ഗാമ കാലുകുത്തിയ ഭൂപ്രദേശം, കാപ്പാട് നിൽക്കുന്ന ഭൂപ്രദേശമാണ് ഞങ്ങളുടെ പഞ്ചായത്ത്. അതുപോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്ന വലിയ പ്രക്ഷോഭത്തിൽ തനതായ പ്രവർത്തനം കൊണ്ട് ആവേശകരമായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് വേദിയായ ഒരു ഗ്രാമം കൂടിയാണ് ചേമഞ്ചേരി. ചേമഞ്ചേരി അതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളാകെ പരിഹരിച്ചുകൊണ്ട് വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. ചേമഞ്ചേരിയെ കുറിച്ച് പറയുമ്പോൾ ഏറെ അഭിമാനം കൊള്ളുകയാണ് പ്രസിഡന്റ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ചേമഞ്ചേരി കണ്ടുവരാം. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ് ചേമഞ്ചേരി. ഈ ചേമഞ്ചേരിക്ക് എങ്ങനെയാണ് ഈ പേര് വന്നതെന്നറിയാമോ? ക്ഷേമമുള്ള കര, അതിന്റെ സംസ്കൃത നാമമായ ക്ഷേമങ്കരി എന്നതിൽ നിന്നാണ് ഇതിന്റെ രൂപാന്തരീകരണം. മാത്രമല്ല ഇതിന് വേറൊരു സവിശേഷത കൂടിയുണ്ട്. ഇതിന് ഇന്ത്യൻ ഭൂപടത്തോട് സാദൃശ്യം തന്നെയാണ് ഈ ചേമഞ്ചേരിയുടെ ഭൂപടവും. വാസ്കോ ഡി ഗാമ കപ്പലിറങ്ങിയ കാപ്പാട് ബീച്ച്, ഇവിടെ നിന്ന് തന്നെയാണ് നമ്മളും ചേമഞ്ചേരിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ഇവിടെ വാസ്കോ ഡി ഗാമന്റെ സ്തൂപം ഉണ്ടെന്ന് കേട്ടു. നമുക്കൊന്ന് പോയി നോക്കാം. അടുത്ത കാഴ്ചയിലേക്ക് പോകാം. ഇത് ഇവിടുത്തെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഓർമ്മ. പോളോ, വെറും പോളോ അല്ല, സൈക്കിൾ പോളോ. അതും ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ളത്. ഇവിടെ നമുക്കത് കാണാം. ശരിക്കൊരു തകർപ്പൻ തന്നെ കേട്ടോ. കുടുംബശ്രീയുടെ ഒരു വേറിട്ട മുഖം. എങ്ങനെയുണ്ട് ഈ സംരംഭം? വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ചുരുക്കി ഒന്ന് പറയാമോ? ചേമഞ്ചേരി ഒരു കടലോര പഞ്ചായത്താണ്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു ഇന്ത്യൻ ദ്വീപ് പോലെ തന്നെ 3 ഭാഗവും ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുന്നും മലകളും നിറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ 3/2 ഭാഗവും കടലും പുഴയും തൊട്ട് ഇരുമ്പിക്കിടക്കുന്ന പ്രദേശമാണ്. അപ്പോൾ കുടിവെള്ളത്തിന് വലിയ ക്ഷാമം നിന്ന ഒരു പ്രദേശം കൂടിയാണ് ചേമഞ്ചേരി. ജനകീയാസൂത്രണത്തിൻ്റെ തുടക്കത്തിൽ ആദ്യ ഗ്രാമസഭയിലൂടെ ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ആ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം, ദൗർലഭ്യത്തെക്കുറിച്ചാണ്. 30% വരുന്ന ജനങ്ങൾ
കുടിവെള്ളം നല്ല ശുദ്ധജലം കിട്ടാത്ത പ്രയാസം അനുഭവിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമുണ്ട്. അത് പരിഹരിക്കുക, ആ പ്രശ്നം പരിഹരിക്കലാണ് വികസന രംഗത്ത് ഞങ്ങൾക്ക് ഏറ്റവും ആധികാരികമായി ചെയ്യാനുള്ളത് എന്ന തിരിച്ചറിവോടുകൂടിയാണ് ഞങ്ങൾ കുടിവെള്ള മേഖലയിൽ അതിൻ്റെ തനതായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും ഒട്ടേറെ നൂതനങ്ങളായ പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും അതുപോലെ കുട്ടികളുടെ സർഗാത്മക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾക്കുള്ള ഒരു സ്പെഷ്യൽ സ്കൂൾ എന്ന നിലയ്ക്ക് സ്ഥാപിക്കാനും അതിലൂടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിന്. ഒരുപക്ഷെ ഈ പഞ്ചായത്ത് ആഗ്രഹിക്കുക കുടിവെള്ള പദ്ധതിയുടെ പേരിൽ പുറം ലോകം അറിയണമെന്നാണ് വികസനത്തിന്റെ കാഴ്ചകളിലൂടെ. കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന വികസന പദ്ധതികളിലൊന്നാണ് അഭയം സ്കൂൾ പ്രൊജക്ട്. ശാരീരികവും മാനസികവുമായിട്ട് വൈകല്യം വന്ന കുട്ടികൾക്കായി ഈ പഞ്ചായത്തിൽ ഒരു സ്പെഷ്യൽ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്, അഭയം എന്ന പേരിൽ. ഇതിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് ഭാസ്കര മാഷിനോട് ചോദിച്ചറിയാം. മാഷെ, എന്തൊക്കെയാ ഈ സ്കൂളിന്റെ പ്രവർത്തനം? 1999 ആണ് ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അഭയം സ്പെഷ്യൽ സ്കൂൾ ആരംഭിച്ചത്. അതിന്റെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കുന്നതിന് വേണ്ടി, ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടി പിന്നീട് അതൊരു ജനകീയ കമ്മിറ്റിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. പക്ഷെ അത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇവിടുത്തെ വാർഡ് മെമ്പർ ഒക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ടീച്ചർ, എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? ഇവിടെ പല വിഭാഗത്തിലുള്ള കുട്ടികളുണ്ട്. 65ഓളം കുട്ടികളുണ്ട്. 6 വയസ്സ് മുതൽ 35 വയസ്സുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട പരിശീലനങ്ങളൊക്കെ? പരിശീലനം പറയാൻ പിന്നെ എഴുത്തും വായനയും. സാധാരണ സ്കൂളിൽ വിഭിന്നമായിട്ടുള്ള സിലബസ് ആണ് ഇവിടെ നടക്കുന്നത്. സാധാരണ കുട്ടികളെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത്യാവശ്യം പേരെഴുതാൻ ചെയ്ത പല വിഭാഗത്തിൽ കുട്ടികളുണ്ട്. ഡൗൺ സിൻഡ്രോം, ഓട്ടിസം, മെന്റൽ അഫക്ഷൻ തന്നെയുള്ള കുട്ടികളിൽ ഈ വിഭാഗങ്ങളെല്ലാം പെടുന്നുണ്ട്. പിന്നെ സെറിബ്രൽ പാൾസി നൽകുന്നത് നടക്കാൻ പറ്റാത്ത കുട്ടികൾ, അങ്ങനെ ഒരു പിന്നെ സ്പീച്ച് ഹിയറിംഗ് ഇമ്പയർഡുള്ള കുട്ടികളുണ്ട്, സ്പീച്ച് ഇമ്പയർമെന്റുള്ള കുട്ടികളുണ്ട്, വിഷ്വൽ ഇമ്പയർ ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി യൂണിറ്റിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ അവരുണ്ടാക്കിയതാണ്. അതെ. ശരിക്കും ഇത്തരം കുട്ടികൾക്ക് ഇതൊരു അഭയകേന്ദ്രം തന്നെയാ അല്ലേ? കുട്ടികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇംഗ്ലീഷ് ക്ലിനിക്. ഇനി നമുക്ക് വ്യത്യസ്തമായ ഒരു ഇംഗ്ലീഷ് ക്ലിനിക് കാണാം. This is the English clinic program by this Chemanjeri Grama Panchayat. It is for the primary children of this Panchayat. And there are 18 centers for this program and conducting by the instructors selected from the students of this Panchayat. And we are giving the class to the children after the usual class time, that is after 4 o'clock or the Saturday times, especially giving the classes. കുട്ടികളെ ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ മൊഡ്യൂൾ തയ്യാറാക്കിയത്. How is it? It's good? കഥ, കവിത, വായന, ആത്മകഥ, യാത്ര, ലേഖനം തുടങ്ങിയ എല്ലാം അടങ്ങിയ ഒരു മാഗസിൻ, ഈ പഞ്ചായത്തിലെ കുട്ടികളുടെ മാഗസിൻ കുരുത്തോല. ഈ കുരുത്തോലയെ കുറിച്ച് നമ്മളിപ്പോൾ 2 കൊച്ചു മിടുക്കന്മാരുണ്ട്. നമുക്ക് ഇവരോട് ചോദിക്കാം. ഞാൻ അനമ്യ. ഞാൻ ഈ കുരുത്തോലയുടെ എഡിറ്ററാണ്. ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായുള്ള കുട്ടികളുടെ സർഗ വാസന വളർത്തുന്നതിനുള്ള ഒരു മാഗസീനായിരുന്നു ഇത്. ഇതിന്റെ ആദ്യഘട്ടമായി ഞങ്ങൾ ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 11 സ്കൂളിൽ നിന്നും രചനകൾ സ്വീകരിക്കുകയായിരുന്നു. അതിനായി അവിടെ ക്യാമ്പ് നടത്തി അതിൽ നിന്നും മികച്ച രചനകൾ തെരഞ്ഞെടുത്ത് ചേമഞ്ചേരി FF ഹാളിൽ നടന്ന ക്യാമ്പിൽ കുട്ടികൾ തന്നെ എഴുതി. ശേഷം പൂക്കാട് കലാലയത്തിലെ കുട്ടികൾ ഇതിന് ചിത്രങ്ങൾ നിറങ്ങൾ പകർന്ന് ഞങ്ങൾ കൂട്ടമായിട്ടിരുന്ന് ഇതിനെ തരംതിരിച്ച് അങ്ങനെ ഞങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ഈ മാഗസീൻ വളർന്നു വന്നതാണ്.
മോന് 2007-2008 എഡിറ്റർ. അതെ അതെ, എൻ്റെ പേര് ഗൗതം. ഞാൻ 2007-2008 വർഷത്തെ കുരുത്തോലയുടെ എഡിറ്ററാണ്. ഇപ്പൊ മനസ്സിലായി ഇത് വെറും കുട്ടിക്കളിയല്ലെന്ന്. 2000-ഓളം സർക്കുലേഷൻ ഉണ്ട് ഈ മാഗസിന്.